നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ, ഇംകോപ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇനി മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രോപ്പറായിട്ടുള്ള ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് ശരീരത്തിൽ. അതായത് ഡീഹൈഡ്രേഷൻ മൈഗ്രെയിന് കാരണമായേക്കാം. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ജലാംശം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദിവസവും കുറഞ്ഞത് ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെയെങ്കിലും വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളിൽ പീരീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് മൈഗ്രെയിൻ കാണാറുണ്ട്. നമുക്കറിയാം, അപ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും ഒക്കെ ഈ ബോഡിയിലുള്ള ഡീഹൈഡ്രേഷന് കൂട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ കൂടാതെ പലരും ഈ ടോയ്ലറ്റിലൊക്കെ പോകാൻ മടിച്ചിട്ട് വെള്ളം കുടിക്കാനും മടിക്കും. ഇത് ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ജലാംശം കിട്ടാണ്ടിരിക്കുകയും മൈഗ്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, മധുരപാനീയങ്ങൾ, ഇതൊക്കെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാം. അതിനാൽ അവയും ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറക്കം ക്രമീകരിക്കുക. രാത്രിയിൽ കുറഞ്ഞത് ഒരു 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും എണീക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് സമ്മർദ്ദം നിയന്ത്രിക്കുക. അതിനായിട്ട് പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ, ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ശീലമാക്കുക.